എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 4 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ 2025 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണല്ലോ ഐഡന്റിറ്റി. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരുടെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, തൃഷ, വിനയ് റായ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിൽപ്പെടുന്ന സിനിമ കൂടിയായ സിനിമ ആദ്യ ദിവസം മുതലേ ഗംഭീരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയിരുന്നത്. നിലവിലിപ്പോൾ 4 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ 1,80,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 4,20,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ രണ്ടാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 1,20,00,000 വേൾഡ് വൈഡ് കളക്ഷൻ 2 കോടി രൂപയുമായിരുന്നു. മൂന്നാം ദിവസമായ ശനിയാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,30,00,000 രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 2,50,00,000 രൂപയുമായിരുന്നു ഗ്രോസ് നേടിയിരുന്നത്. അങ്ങനെ ആദ്യം 3 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 4,20,00,000 വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8,70,00,000 രൂപയുമാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. നാലാം ദിവസമായ ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1,50,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ 4 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 5,70,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ 4 ദിവസമായി ഇന്നലത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 4 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 11,70,00,000 12 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ വലിയ പ്രൊമോഷനോ ഹൈപ്പോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ കൂടിയായ ഐഡന്റിറ്റി എന്ന സിനിമ ചിത്രം മികച്ചൊരു കളക്ഷനിലേക്ക് ഡീസന്റ് കളക്ഷനിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതേസമയം ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ക്രിസ്മസ് വിന്നറായി മാറിയ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഹെവി വയലൻസ് ഏറിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. നിലവിൽ 17 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മാർക്കോ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ ചിത്രത്തിന്റെ ആദ്യ 16 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 16 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 39 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഫിനിൽ നിന്നും 17,85,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ഇനി കേരളത്തിന് പുറത്തുള്ള ചിത്രത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഹിന്ദി ബെൽറ്റിൽ നിന്നും മാത്രം 8,72,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ഓഫീസിൽ നിന്ന് 1,69,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. ബോക്സ് ഓഫീസിൽ നിന്നും 3,65,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും 3,60,00,000 ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആദ്യ 16 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 56,85,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഓവർസീസിൽ നിന്നും ആദ്യ 16 ദിവസങ്ങൾ കൊണ്ട് ചിത്രം 31,02,00,000 രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 16 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 88 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 17 ദിവസമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ ചിത്രം 1 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആകെ 17 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 40 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ 17 ദിവസമായി ഇന്നലെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 3 കോടിയോളം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 91 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വരാൻ പോകുന്ന വീക്കെൻഡോടെ 100 കോടി ക്ലബിൽ കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. ഡിസംബർ മാസം 19 ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ്. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 18 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 26 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ആഷിഖ് കപൂറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ റൈഫിൾ ക്ലബ്ബ് മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പേ ആഷിഖ് കപൂറിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്നത് വൈറസ് ആയിരുന്നു. 20,02,00,000 രൂപ എന്ന ചിത്രത്തിന്റെ വൈറസ് എന്ന സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. ഇപ്പോൾ ഇത് ആ സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷനാണ് റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമ വെറും 18 ദിവസം കൊണ്ട് മറികടന്നിരിക്കുന്നത്. അങ്ങനെ ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.